ഷിഞ്ചിത മുസ്തഫ അങ്ങനെ നാട് വിട്ടിരിക്കുകയാണ്. കാരണം അവർ ഒളിവിലാണ്. അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ കേസായിട്ട് സഹകരിക്കത്തില്ല. കാരണം മുൻകൂർ ജാമ്യത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ മുങ്ങിയിരിക്കുന്നത്. കാരണം അവർ ലീഗിൻ്റെയൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് വാർഡ് മെമ്പറായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും അവർ കേസുമായി സഹകരിക്കത്തില്ല. അവർ നാട് വിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിപ്പ്. കാരണം വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള ചെറിയ സൂചനകൾ വരെയുണ്ട്. കാരണം ഒരു മനുഷ്യന് മാനഹാനി സംഭവിക്കുമ്പോൾ ഒരു അഭിമാനമുള്ളൊരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു തെറ്റായ തീരുമാനം തന്നെയാണ് ആത്മഹത്യ. അദ്ദേഹം എടുത്തിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തും വേണ്ടി ന്യായം ഉണ്ടായിരിക്കണം. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ? ഈ സ്ത്രീ വെറുതെ ഒരു ലൈക്കിനും ഷെയറിനും വേണ്ടി കാണിച്ച ഒരു തെമ്മാടിത്തരം, എത്ര വലിയൊരു ദുരന്തം, ഒരു കുടുംബത്തിന്റെ മൊത്തം നട്ടെല്ലിനെ തന്നെ പിടിച്ചു കുലിക്കുകയാണൊക്കെ ഒരു വലിയൊരു ദുരന്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സ്ത്രീ ആ കേസായിട്ട് സഹകരിച്ചിട്ട് പോലില്ല. കണ്ട ആ നാട് വിട്ടിരിക്കുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടിയുടെ ഈ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റ്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വന്ന് ഒരു വിഷം ചീറ്റിയിട്ട് പോയായിരുന്നല്ലോ. കാരണം ആത്മഹത്യ ചെയ്തതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തതിൽ അത് ഒരു കുഴപ്പമില്ല അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ ഒരു വിഷം തുപ്പിട്ട് പോയായിരുന്നല്ലോ. അവർ പിന്നെയും പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഷിംജിത ആത്മഹത്യ ചെയ്ത ഈ കേസ് തീരുമെന്ന്. ഷിംജിത ആത്മഹത്യ ചെയ്യാൻ ചിന്മതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഷിംജിതയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവളാണ് നാട്ടിൽ മൊത്തം തെറ്റായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചിട്ട് ഒരാളെ നാണം കിടത്തി ആത്മഹത്യയിലെ വക്കിലേക്ക് ഇറക്കി വിട്ടത്. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, അതിന് തെളിവൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കുറേ കള്ളക്കേസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ കള്ളക്കേസുകൾ കൊടുക്കുന്നുണ്ട് തന്നെയാണ് ഈ തെളിവ് ചോദിക്കേണ്ടി വരുന്നത്. എല്ലാവരും, അതായത് സ്ത്രീകൾ ഒരുപാട് ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ബസ്സുകളിലും ഓഫീസുകളിലും ഒക്കെ ഇങ്ങനത്തെ ചൂഷണങ്ങൾക്കെതിരെ ഒരു ഇരയാകുന്നുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രാന്തങ്ങൾക്ക് ബലിയാടാകുന്ന ആ സ്ത്രീകൾ കൂടി ചേർന്നാണ് അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ കള്ളം പറയത്തില്ല എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. പണ്ട് സിനിമയിലൊക്കെ കാണാം, ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാൻ കള്ളം പറയത്തില്ല എന്ന്. അതുപോലെ സ്ത്രീകൾ കള്ളം പറയത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ പൊട്ടത്തരമാണ്. സ്ത്രീകൾ എന്ന് പറയുന്ന മനുഷ്യന്മാർ തന്നെ അവരുടെ രണ്ടായിട്ടുള്ള ഡിവൈഡിങ് ആണ്. അതായത് ആണും പെണ്ണും എന്നുള്ള രണ്ടായിട്ടുള്ള ഒരു ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യന്മാർ കള്ളം പറയുമെങ്കിൽ സ്ത്രീയും കള്ളം പറയും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല.